Good afternoon. ക്ലാസ്സിലേക്ക് എല്ലാവരും 36 പേരുള്ളല്ലോ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ട്ടോ. Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. ഊണൊക്കെ കഴിച്ച എല്ലാവരും? ഫുഡ് കഴിച്ചാ? കഴിച്ചു മിസ്. കഴിച്ചാ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ അല്ലെ? പെട്ടെന്ന് കയറിക്കോട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ലബോറട്ടറി സർവീസസിന്റെ നമ്മൾ എന്തൊക്കെ കണ്ടു? ഹൈറാർക്കി കണ്ടിരുന്നു അല്ലെ? അധികാര ശ്രേണി കണ്ടിരുന്നു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ? അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ലാബില് വേണ്ട, നല്ല ലാബിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? എല്ലാവരും? യെസ് മാം. വായിച്ചു അല്ലേ? അപ്പോ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത 1-2 കാര്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഈ PBTയുടെ ഫുൾ ഫോം എന്താണ്? ഒരാൾ പറഞ്ഞേ. PBT അതിന്റെ ഫുൾ ഫോം എന്താണ്? സുനി കറക്റ്റ് ആണ് കേട്ടോ. ഫിലബോട്ടോമിസ്റ്റ്. ഫിലബോട്ടോമിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്ന് പറയാമോ? കളക്ട് ബ്ലഡ് സാമ്പിൾസ്. കളക്ട് ബ്ലഡ് സാമ്പിൾസ് അല്ലെ? പിന്നെ അടുത്തത്, പിന്നെ നമ്മൾ പറഞ്ഞു ഹൈറാർക്കിയിൽ നമ്മൾ പഠിച്ചിരുന്നു ഒരു ലാബ് ഡയറക്ടറുടെ അല്ലെ? ഒരു ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി ഒന്ന് പറയാമോ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഒരു ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് പറയാമോ? അതുല്യ ഉണ്ടോ? അതുല്യ മുരളി ഉണ്ടോ? ഒന്ന് പറയാമോ? ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ലാബിലെ എല്ലാ ഓപ്പറേഷൻസും കൺട്രോളും മാനേജും ചെയ്യുക എന്നുള്ളത് ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നല്ല റിസൾട്ട് പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളത്. പിന്നെ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്സ് കൺസൾട്ടിങ് പാത്തോളജിസ്റ്റുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ലബോറട്ടറി ഡയറക്ടറുടെ റെസ്പോൺസ്. അതുല്യ കറക്റ്റ് ആണ് കേട്ടോ മോള് പറഞ്ഞത്. അപ്പൊ എല്ലാവരും വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി പോകുന്നില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലരോടും ചോദിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ക്ലാസ് എടുത്ത് പോകുന്നുണ്ട്, നിങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വായിച്ചു നോക്കണം. ക്ലാസ് മിസ്സായ ആളുകൾ റെക്കോർഡഡ് ക്ലാസ് കാണണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വരെ പറഞ്ഞു നിർത്തി ഒരു നല്ല ലാബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതൊക്കെയാണ് അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. എന്താണ് ലെവൽസ് ഓഫ് ലബോറട്ടറീസ്? ഏതൊക്കെ തലങ്ങളിലുള്ള ലാബുകളുണ്ട്? ലാബുകളുടെ ഒരു വേറൊരു രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. മനസ്സിലായല്ലോ? നമ്മള് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ലാബിന് എന്തായിരുന്നു, ലാബ് തരുന്ന സേവനങ്ങൾക്കനുസരിച്ച് അതിനെ 5 ഫങ്ഷണൽ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലെ? ഇനി ഇവിടെ ഒരു തരം ക്ലാസിഫിക്കേഷൻ തന്നെയാണ്, പക്ഷെ അതിന്റെ ബേസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ലെവൽസ് ഓഫ് ലബോറട്ടറീസ്. മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL are divided into 4. എന്താണ് പറയുന്നത്? ക്ലിനിക്കൽ ലബോറട്ടറികളെ അഥവാ മെഡിക്കൽ ലബോറട്ടറികളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അക്കോർഡിംഗ് ടു NABL. ഫുൾ ഫോം എഴുതി വെക്കണം. NABL എന്ന് പറഞ്ഞാല് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഒന്നുകൂടെ പറയാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. ടൈപ്പ് ചെയ്യാം.
നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കിയാൽ കാണാൻ പറ്റും. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. കിട്ടിയോ നിങ്ങൾക്ക്? കിട്ടിയോ? എന്താണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് എന്ന് പറഞ്ഞാല്? അക്രഡിറ്റേഷൻ കൊടുക്കുക അല്ലെ, നമ്മുടെ ഇന്ത്യയിൽ, അതായത് നമ്മുടെ നാഷണൽ ലെവലില് നമ്മുടെ ഇന്ത്യയില് ക്ലിനിക്കൽ ലബോറട്ടറികൾക്ക് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ് എന്തെന്ന് പറയുന്നത് NAB എന്ന് പറയുന്നത്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. മനസ്സിലായല്ലോ? നമ്മുടെ ഇന്ത്യയിലെ ക്ലിനിക്കൽ ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ് എന്ത് NABL എന്ന് പറയുന്നത്. NABL ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഈ അംഗീകാരം കൊടുക്കുന്നത്. അവർക്കൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണ്? നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവിധ ലബോറട്ടറികളും അവർ ചെയ്യുന്ന ടെസ്റ്റുകളിൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ തരുന്ന ടെസ്റ്റ് റിസൾട്ടുകളിൽ ഒരു റിലയബിലിറ്റി ഉണ്ടായിരിക്കും അല്ലെ. വളരെ റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ട്രസ്റ്റി ആയിട്ടുള്ള ഒരു റിസൾട്ട് വേണം ലാബുകൾ കൊടുക്കാനായിട്ട്. അപ്പൊ അതാണ് ഒരു NABLന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. NABLന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. എന്താണ് NABLന്റെ ഒരു പർപ്പസ് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇന്ത്യയില് ക്ലിനിക്കൽ ലബോറട്ടറികൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ് NABL എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു NABLനെ ബേസ് ചെയ്തോട്ട് അക്കോർഡിംഗ് ടു NABL അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലാബുകളെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നുകൂടെ വായിക്കാം. മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL are divided into 4 as below, irrespective of the place they are operating and are equally applicable to both the public and private sector. എന്താണ് പറയുന്നത്? അവിടെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഒരിക്കലും എന്തല്ല, ലാബ് പ്രവർത്തിക്കുന്ന ആ ഒരു ലൊക്കേഷൻ അനുസരിച്ചോ അങ്ങനെയൊന്നുമല്ല. ഒരു ലാബ് ഇന്ന് ആ ഒരു ലൊക്കേഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടോ ഒന്നുമല്ല അങ്ങനെ തരംതിരിച്ചേക്കുന്നത്. പിന്നെ മാത്രമല്ല, ദേ ആർ ഈക്വലി അപ്ലിക്കബിൾ ടു ബോത്ത് ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. അപ്പൊ ഈ NABL അംഗീകാരം കൊടുക്കുന്നത് എപ്പോഴും പബ്ലിക് സെക്ടറിനും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിനും ഒരുപോലെ ബാധകമാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിലുള്ള ലാബുകൾക്ക് ഒരു തരത്തിലുള്ള അംഗീകാരം, പബ്ലിക് സെക്ടറിലുള്ള ലാബിന് വേറൊരു തരത്തിലുള്ള അംഗീകാരം. അങ്ങനെയില്ല. പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും പ്രവർത്തിക്കുന്ന എല്ലാ ലാബുകൾക്കും ഒരേ തരത്തിലായിരിക്കും, ഈക്വലി ആണ് എന്ത് ഈ പറയുന്ന NABL അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് സെമി ചാപ്റ്റർ ലബോറട്ടറി സർവീസസ്. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലേ? ലബോറട്ടറി സർവീസസ് ആണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചാപ്റ്റർ നമ്പർ 18 ആണ് കേട്ടോ. 18. ഓക്കെ. അപ്പൊ എന്താണ് പറയുന്നത്? ഇങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത്. നോക്കൂ. ഫസ്റ്റ് വൺ സ്മോൾ സൈസ്ഡ്, സെക്കൻഡ് വൺ എന്താണ് മീഡിയം സൈസ്ഡ്, തേർഡ് വൺ ലാർജ് സൈസ്ഡ് ആൻഡ് ഫോർത്ത് വൺ വെരി ലാർജ് സൈസ്ഡ്. ഇവിടെ പറയാം ഏതൊക്കെയാണ്? സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്. ആദ്യത്തെ എന്താണ്? സ്മോൾ സൈസ്ഡ്. എന്താണ് സ്മോൾ സൈസ്ഡ് എന്ന് പറഞ്ഞാല്? A laboratory that receives the samples of up to 100 patients or participants per day. എന്താണ് പറയുന്നത്? പ്രതിദിനം ഏകദേശം എന്താണ് ഒരു 100 രോഗികൾ എന്താണ് ഒന്നുകൂടി ഉണ്ട് എന്ന് പറയുന്നത് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ശരിക്കും 4ആയിട്ടാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഒരു ഡിവിഷൻ എന്ന് പറയാൻ പറ്റില്ല, അത് വേറൊരു തരത്തിൽ നിൽക്കുന്നതാണ്. ഇവിടെ 4 ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കി, സ്മോൾ സൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? പ്രതിദിനം ഒരു 100 പേഷ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ 100 രോഗികളിൽ നിന്നോ പാർട്ടിസിപ്പൻസിൽ നിന്നോ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് നമ്മൾ സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? എണ്ണമാണ് അല്ലെ. എത്ര എണ്ണം അല്ലെങ്കിൽ എത്ര ആളുകളിൽ നിന്ന് അത് സാമ്പിൾ കളക്ട് ചെയ്യുന്ന ആ നമ്പറാണ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കണക്ക് പറയുന്നത് പെർ ഡേ ആണ് പറയുന്നത്, പ്രതിദിന കണക്കാണ് പറയുന്നത്, അല്ലാണ്ട് പെർ മന്തോ പെർ വീക്കോ അങ്ങനെയല്ല കേട്ടോ. ആഴ്ച കണക്കോ മാസക്കണക്കോ അല്ല, പെർ ഡേ ആണ് പറയുന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. പ്രതിദിനം ഏകദേശം ഒരു 100 പേഷ്യൻസിൽ നിന്നോ പാർട്ടിസിപ്പൻസിൽ നിന്നോ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ആ ഒരു ലാബുകളെയാണ് നമ്മൾ സ്മോൾ സൈസ്ഡ് എന്ന് പറയുന്നത്.
മനസ്സിലായല്ലോ. പിന്നെ അടുത്ത എന്താണ് മീഡിയം സൈസ്ഡ്? എന്താണ് എ ലബോറട്ടറി ദാറ്റ് റിസീവ്സ് ദ സാമ്പിൾസ് ഓഫ് അപ് ടു 101 to 400 പേഷ്യൻസ് ഓർ പാർട്ടിസിപ്പൻസ് പെർ ഡേ. എന്താണ് പ്രതിദിനം ഏകദേശം ഒരു 101
നെറ്റ്വർക്കിന്റെ എറർ വന്നതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഒന്ന് പോയത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും ഉണ്ടോ? അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നിട്ടായിരുന്നു ലെവൽസ് ഓഫ് ലബോറട്ടറീസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്മോൾ സൈസിലാണ്. ക്ലിയർ ആകുന്നില്ല? ക്ലിയർ ആകുന്നില്ലേ? ക്ലിയർ ആകുന്നില്ലേ? വോയിസിൽ എടുക്കുന്നില്ലാന്നോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് സ്മോൾ സൈസിലാണ് അല്ലെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സാമ്പിളുകളുടെ എണ്ണമാണ് അല്ലെ. അത് നമ്മൾ പറഞ്ഞു 100 പേഷ്യൻസിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൽ നിന്നോ പ്രതിദിനം സാമ്പിൾ കളക്ട് ചെയ്യുന്ന ലാബുകളെയാണ് നമ്മൾ സ്മോൾ സൈസ് ലബോറട്ടറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് ഏതാണ്? മീഡിയം സൈസിൽ. എന്താണ് പറയുന്നത്? A laboratory that receives the samples of up to 101 to 400 patients or participants per day. അല്ലെ, അതായത് പ്രതിദിനം ഒരു 101 മുതൽ 400 വരെയുള്ള രോഗികളിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൽ നിന്നോ സ്പെസിമെൻസ് അഥവാ സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ലാബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീഡിയം സൈസിൽ ലബോറട്ടറി എന്ന് പറയുന്നത്. കേട്ടല്ലോ? അപ്പൊ റേഞ്ച് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. 101 to 400 ആണ്. ഇനി അടുത്തത് എന്താണ്? ലാർജ് സൈസിൽ അല്ലെ. എന്താണത്? ലബോറട്ടറി that receives the samples of more than 401 to 1000 patients or participants per day. ഒന്നും കേൾക്കുന്നില്ലാന്നോ? ആദ്യത്തെ എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ആദ്യക്ക് എന്ത് പറ്റി? കേൾക്കുന്നില്ല എല്ലാവർക്കും ഞാൻ പറയുന്നത്? കേൾക്കുന്നില്ലേ? ആരെയും ഒന്ന് നോക്കട്ടോ. അപ്പൊ എന്താണ്? ലാർജ് സൈസില് ക്ലിയർ കുറവുണ്ടെന്ന് അല്ലേ? ഓക്കെ, അപ്പൊ നോക്കൂ, ലാർജ് സൈസില് അതിലെങ്ങനെയാണ്? ഏകദേശം 401 മുതൽ 1000 വരെ അത്രയും രോഗികളിൽ നിന്നോ പാർട്ടിസിപ്പൻസിൽ നിന്നോ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ആ ലാബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാർജ് സൈസില് ലബോറട്ടറീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? വെരി ലാർജ് സൈസിൽ അല്ലെ. വെരി ലാർജ് സൈസിൽ എങ്ങനെയാണ്? A laboratory that receives more than 1000 patients or participants per day. അല്ലെ, അതായത് പ്രതിദിനം ഒരു 1000-ൽ കൂടുതൽ രോഗികളിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിൽ നിന്നോ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബിനെയാണ് നമ്മൾ വെരി ലാർജ് സൈസിൽ ലബോറട്ടറി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിലാണ് ചെയ്തത്? NABM അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെ. അപ്പൊ NABM അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന് സ്മോൾ സൈസില്, മീഡിയം സൈസില്, ലാർജ് സൈസില്, വെരി ലാർജ് സൈസില് അല്ലെ. സ്മോൾ സൈസിൽ എങ്ങനെയാണ്? 100 പേഷ്യൻസിൽ നിന്ന് പ്രതിദിനം ഏകദേശം എന്താ അത്രയും സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ലാബിനെ സ്മോൾ സൈസിൽ എന്ന് പറയും. ഇനി 101 തൊട്ട് 400 വരെയാണെങ്കിൽ അത് മീഡിയം സൈസില്. ഇനി അടുത്ത് എന്താണ്? 401 തൊട്ട് 1000 വരെ റേഞ്ച് ആണെങ്കിൽ ലാർജ് സൈസില്. 1000-നേക്കാളും മുകളിലാണെങ്കിൽ അത് വെരി ലാർജ് സൈസിലായിരിക്കും. നമ്മൾ ഈ ഒരു കണക്ക് പറയുന്നത് പെർ ഡേ വെച്ചിട്ടാണ് കേട്ടോ. വീട്ടിൽ പോർട്ടിപ്പിക്കാണ്, പ്രതിദിന കണക്കാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 4 ആയിട്ടുള്ള ഡിവിഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു ഡിവിഷൻ എന്ന് പറയാൻ പറ്റില്ല, 4 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ. എന്താണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മോർ ദാൻ 1 ആണ് അല്ലെ, ഒന്നിലധികമാണ്. അപ്പൊ എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? നോക്കിക്കേ, എ ലബോറട്ടറി ഹാവിംഗ് more than 1 location in the same district with the same legal identity. എന്താണ് പറയുന്നത്? ഒരേ ലീഗൽ ഐഡന്റിറ്റിയോട് കൂടിയിട്ട് ഒരേ ജില്ലയിൽ ഒന്നിലധികം ലൊക്കേഷൻസിലുള്ള ലാബുകൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരേ ലീഗൽ ഐഡന്റിറ്റിയോട് കൂടി ഒരേ ജില്ലയില് ഒന്നിലധികം സ്ഥലങ്ങളില് അല്ലെങ്കിൽ ഒന്നിലധികം ലൊക്കേഷനുകളില് ലാബുകൾ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ DDRCയുടെ ലാബുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. DDRCയുടെ അതെ, DDRC ഇഷ്ടം പോലെ കാണുന്നു അല്ലേ. അമൃത, ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ലാസ്റ്റ് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മുടെ പോർഷൻ അല്ലെങ്കിൽ നീങ്ങില്ല കേട്ടോ.
മനസ്സിലായോ? ഇപ്പൊ DDRC ലാബുകളൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. നീതി ലാബ് അല്ലെ. ഒരേ ജില്ലയിൽ തന്നെ പലവിധ സ്ഥലങ്ങളിലായിട്ട് എന്തുണ്ടാവും? ഈ പറഞ്ഞ ലാബുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അമൃത ഞാൻ പറയാട്ടോ. ലാസ്റ്റ് ഒന്നുകൂടെ പറയാട്ടോ മോളെ. വോയിസ് കട്ടാവുന്നുണ്ട് അല്ലെ അമൃതയ്ക്ക്? ഓക്കെ, ലാസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇനി അടുത്ത ഒരു പോർഷനിലേക്ക് നമ്മൾ പോവാണ്. എന്താണ്? എക്യുപ്മെന്റ് അല്ലെ. എന്താണ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഉപകരണങ്ങൾ അല്ലെ, അഥവാ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ എക്യുപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. എന്താ പറയുന്നത്? ഈച്ച് ലബോറട്ടറി ഷുഡ് അറേഞ്ച് എ ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് നീഡഡ് ഫോർ ഫങ്ഷനിങ് ഓഫ് ദ ലബോറട്ടറി ഡിപ്പെൻഡിങ് ഓൺ ദ കൈൻഡ് ഓഫ് ടെസ്റ്റ് പെർഫോംഡ്. എന്താണ്? അതായത് ഓരോ ലാബുകളും അവര് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അവര് ചെയ്യുന്ന പരിശോധനകൾക്ക് അനുസരിച്ച് എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം എന്നുള്ളത് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യും, അവർ അറേഞ്ച് ചെയ്യും. ആ ഒരു ലാബിൽ എന്തൊക്കെ പരിശോധനകൾ നടത്തുന്നുണ്ടോ അപ്പൊ ആ ഒരു പരിശോധനകൾക്ക് ആശ്രയിച്ചിട്ടാണ് അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ് അവർ ലിസ്റ്റ് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റംസ് ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഇനി നമ്മൾ പറഞ്ഞ എക്യുപ്മെന്റ് അല്ലെ, ഈ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? അതായത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഹാർഡ്വെയർ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അങ്ങനെയുള്ള ഹാർഡ്വെയർ ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല, ആൻഡ് സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. നമുക്കറിയാം നമ്മുടെ ലാബിനകത്ത് ഒരുപാട് സിസ്റ്റം അല്ലെ, സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. LIS എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇനി പഠിക്കാൻ വരുന്നുണ്ട്. ലബോറട്ടറി ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഉണ്ട്. അതെല്ലാം തന്നെ ഇതിൽ പെടുന്നതാണ്, എക്യുപ്മെന്റിൽ ഉൾപ്പെടുന്നതാണ്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സും വരും. മനസ്സിലായോ? ലാബുമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയറുകളും എന്ത് തന്നെയാണ്? എക്യുപ്മെന്റ്സിന്റെ ഗണത്തിൽ പെടുന്നതാണ്. പിന്നെന്താണ്? മെഷറിംഗ് സിസ്റ്റംസ് അല്ലെ. ഇപ്പൊ തെർമോമീറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കാനുണ്ട്, സ്പിഗ്മോമാനോമീറ്റർ ഉണ്ട്. അതൊക്കെ എന്താണ്? മെഷറിംഗ് സിസ്റ്റംസ് ആണ്. പിന്നെന്താ പറയുന്നത്? ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റംസ്. അത് തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ട്, LIS എന്ന് പറഞ്ഞിട്ട്. അത് തുടർന്ന് വരുന്ന ഭാഗങ്ങളിലുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്യുപ്മെന്റ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് മീൻസ് ലബോറട്ടറി എക്യുപ്മെന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി അല്ലെ, ഒരു ലാബിന് അവർ ചെയ്യുന്ന പരിശോധനകൾക്ക് അനുസരിച്ചുകൊണ്ട് വേണം എന്ത് തെരഞ്ഞെടുക്കാനായിട്ട്? ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് തെരഞ്ഞെടുക്കാനായിട്ട്. ഇനി ദ ഫോളോയിങ് ഷുഡ് ബി മെയ്ഡ് ഷുവർ. ഇനി നമ്മളിങ്ങനെ എക്യുപ്മെന്റ്സ് തെരഞ്ഞെടുക്കുമ്പോൾ ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ലാബ് ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. എക്യുപ്മെന്റ് ഷുഡ് ബി ചോസൺ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ലബോറട്ടറി വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി. എന്താണ് പറയുന്നത്? അതായത് ഓരോ ലാബും അവരുടെ രൂപകൽപ്പനയ്ക്കും കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു ചെറിയ ലാബാണ് നിൽക്കില്ല, ആ ചെറിയ ലാബിലേക്ക് ഒരു 2-3 വലിയ വലിപ്പമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇല്ല. അപ്പൊ എപ്പോഴും ഒരു ലാബ് അതിന്റെ രൂപകൽപ്പനയ്ക്കും കപ്പാസിറ്റിക്കും അനുസരിച്ചുള്ള എന്താണ് എക്യുപ്മെന്റ്സ് വേണം ചൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കി? ഓൾ എക്യുപ്മെന്റ്സ് ഷുഡ് ബി ക്വാളിഫൈഡ് ബിഫോർ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ക്ലിനിക്കൽ യൂസ്. അതായത് ഓരോ എക്യുപ്മെന്റ്സും ക്ലിനിക്കൽ യൂസിന് മുമ്പായിട്ട്, അതായത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ദാറ്റ് ഷുഡ് ബി ക്വാളിഫൈഡ്. എന്താണ് അവിടെ ക്വാളിഫൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെൽ ചെക്കിങ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. മനസ്സിലായല്ലോ? അതായത് ഒരു ഉപകരണം, ഒരു എക്യുപ്മെന്റ് അതൊരു ടെസ്റ്റിന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെൽ ചെക്കിങ് കഴിഞ്ഞിട്ടുള്ളതായിരിക്കണം. അതാണ് അവിടെ ഷുഡ് ബി ക്വാളിഫൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി ഇൻ യൂസബിൾ കണ്ടീഷൻ അറ്റ് ഓൾ ടൈംസ്. എല്ലാ എക്യുപ്മെന്റ്സും, ലാബിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും എന്തായിരിക്കണം? യൂസബിൾ കണ്ടീഷനിലായിരിക്കണം അറ്റ് ഓൾ ടൈംസ്. എല്ലാ സമയത്തും യൂസബിൾ കണ്ടീഷനിലുള്ള എക്യുപ്മെന്റ്സ് മാത്രമാണ് ലാബിൽ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. ചിലപ്പോൾ ലാബിനകത്ത് ഉപയോഗശൂന്യമായിട്ടുള്ള ഏതെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതവിടെ വെക്കേണ്ട കാര്യമില്ല, അതൊക്കെ തന്നെ റിമൂവ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ ലാബിൽ ഇരിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും എപ്പോഴും എങ്ങനെയായിരിക്കണം? യൂസബിൾ കണ്ടീഷനിലായിരിക്കും. ക്ലിയർ ആയല്ലോ? പിന്നെ
അടുത്ത എന്താ പറയുന്നത്? റെഗുലർ ഇൻസ്പെക്ഷൻ, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. അല്ലെ, റെഗുലർ ഇൻസ്പെക്ഷൻ നടത്തണം എക്യുപ്മെന്റ്സിൽ, പതിവ് പരിശോധനകൾ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ഷുഡ് ബി പെർഫോംഡ്. എല്ലാ എക്യുപ്മെന്റ്സും വളരെ ക്ലീൻ ആയിരിക്കണം, അല്ലെ, വളരെ വൃത്തിയായിട്ടും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യണം? മെയിൻ്റനൻസ് ചെയ്യണം. അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ എന്താ പറയുന്നത്? മെയിൻ്റനൻസ് പെർഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ മാനുഫാക്ചറർ ഓർ മോർ ആസ് റിക്വയർഡ്. എക്സാമ്പിൾ പറയുന്നത് വിത്ത് ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്. അല്ലെ, അതായത് എല്ലാ എക്യുപ്മെന്റ്സും അതിന്റെ ഒരു മാനുഫാക്ചറിന്റെ നിർമ്മാതാവിന്റെ ശുപാർശ അനുസരിച്ച് യഥാസമയങ്ങളിൽ എന്ത് ചെയ്തിരിക്കണം? മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. വേണ്ടേ? നമ്മുടെ വീട്ടിലായാലും എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് അല്ല എക്യുപ്മെന്റ്സ്, ഇപ്പൊ TV അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ AC അങ്ങനെയൊക്കെ മേടിച്ചു കഴിഞ്ഞാല് അത് കൃത്യമായിട്ട് സർവീസ് ചെയ്യണം. അല്ലെ, അതിന് കറക്റ്റ് ആയിട്ട് മെയിൻ്റനൻസ് നടത്തിക്കൊണ്ട് പോകണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? ബുദ്ധിമുട്ട് വരും. അല്ലെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ലാബ് എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലും പറയുന്നത്. അതായത് ആ ഒരു മാനുഫാക്ചറിന്റെ ശുപാർശ പ്രകാരം കൃത്യമായിട്ട് എല്ലാ എക്യുപ്മെന്റ്സും യഥാസമയങ്ങളിൽ മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ പറയുന്നത് വിത്ത് ഓവർ യൂസ് ഓർ ഏജിങ് ഓഫ് എക്യുപ്മെന്റ്. അല്ലെ, ചില എക്യുപ്മെന്റ് കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഒരുപാട് നാളുകളോളം യൂസ് ചെയ്യുമ്പോൾ അതിന് പല തേയ്മാനങ്ങൾ വരാം, അല്ലെങ്കിൽ അത് തരുന്ന റിസൾട്ടിൽ ചില ഡയറക്ഷൻസ് ഒക്കെ വന്നുകൂടാനില്ല. അല്ലെ, അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് പോകണം. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ്? ലബോറട്ടറീസ് ഷുഡ് മെയിൻറ്റെയിൻ ദ നീഡ്ഫുൾ ഇൻസ്ട്രക്ഷൻസ് for operation and the maintenance of equipment in the form of SOP. A copy of the same should be made available near the equipment. അതായത് എന്താണ് അവിടെ പറയുന്നത്? അതിൽ അറിയാത്തൊരു പോയിന്റ്, SOP കണ്ടല്ലോ. എന്താണ് SOP എന്ന് പറഞ്ഞാല്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. SOPയുടെ ഫുൾ ഫോം എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എന്നോട് പറയാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതിന്റെ ഷോർട്ട് ഫോം ആണ് SOP എന്ന് പറയുന്നത്. എന്താണ് ഈ SOP എന്ന് പറഞ്ഞാൽ അറിയാമോ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് അതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ്, ഈ ഡയറക്ഷൻസ് ആണ്. ആ ഒരു എക്യുപ്മെന്റ് എങ്ങനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അത് പെർഫോം ചെയ്യണം എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഈ ഡയറക്ഷൻസ് അടങ്ങുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SOP എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ എന്താണ്? ലബോറട്ടറീസ് ഷുഡ് മെയിൻറ്റെയിൻ ദ നീഡ്ഫുൾ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ഇൻ ദ ഫോം ഓഫ് SOP. അപ്പൊ ഒരു ലാബിനകത്ത് ഈ പറഞ്ഞ എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനും മെയിൻ്റനൻസിനും വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ SOP ഫോമില് ലാബിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഓരോ എക്യുപ്മെന്റും എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളോട് കൂടി തന്നെ ലാബിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെന്താണ്? എ കോപ്പി ഓഫ് ദ സെയിം ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ നിയർ ദ എക്യുപ്മെന്റ്. അതിന്റെ ഒരു കോപ്പി ലാബിനകത്ത് സൂക്ഷിക്കും, ഒരു കോപ്പി ഇങ്ങനെ ആയിരിക്കണം, ദാറ്റ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ നിയർ ദ എക്യുപ്മെന്റ്. അത് എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെയായിട്ട് അവൈലബിൾ ആക്കിയിരിക്കും. മനസ്സിലായല്ലോ? ലാബിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും അതിനെ ഓപ്പറേറ്റ് ചെയ്യാനും മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും ഡയറക്ഷൻസും ഒരു SOP ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതിന്റെ ഒരു കോപ്പി എന്ന് പറയുന്നത് എക്യുപ്മെന്റിന്റെ അടുത്ത് തന്നെ ലഭ്യമാക്കിയിരിക്കും. മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ്? ഓൾ എക്യുപ്മെന്റ് ഷുഡ് അണ്ടർഗോ കാലിബ്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. അതായത് എല്ലാ എക്യുപ്മെന്റും, ലാബിനകത്തുള്ള എല്ലാ എക്യുപ്മെന്റും എന്തിന് വിധേയമാക്കിയിരിക്കണം? കാലിബ്രേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. കാലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉപകരണങ്ങളുടെ കൃത്യത സ്ഥിരീകരിക്കുക. മനസ്സിലായോ? അങ്ങനെ ഒരു അർത്ഥം, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ അതാണ് അർത്ഥം കേട്ടോ. എക്യുപ്മെന്റ്സിന്റെ കൃത്യത സ്ഥിരീകരിക്കുക, പിന്നെ ഒത്തുനോക്കുക, താരതമ്യപ്പെടുത്തുക എന്നുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞ് ശരിക്കും കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കമ്പാരിസൺ ബിറ്റ്വീൻ ദ ടു മെഷർമെന്റ്സ് ആണ്. അതായത് രണ്ട് മെഷർമെന്റ്സുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ നിങ്ങൾ അത്രയ്ക്കൊന്നും പോട്ടെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഉപകരണങ്ങളുടെ കൃത്യത സ്ഥിരീകരിക്കുക. അത് തരുന്ന ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ ഇന്ന എക്യുപ്മെന്റിന്റെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് അതിനുണ്ടായിരിക്കേണ്ടത്. അപ്പൊ അളന്ന് വരുമ്പോ, സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് വരുമ്പോ കിട്ടുന്ന വാല്യൂ ആ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ? ആ ഒരു ഒത്തുനോട്ടം മനസ്സിലായ താരതമ്യ പഠനം,
ചുരുക്കി പറഞ്ഞാൽ ആ ഒരു ഉപകരണത്തിന്റെ കൃത്യത സ്ഥിരീകരിക്കുക. അതാണ് കാലിബ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സും നിർബന്ധമായിട്ടും കാലിബ്രേഷനും വെരിഫിക്കേഷനും ഈ പറഞ്ഞോണം കറക്റ്റ് ആയിട്ട് അത് വെരിഫൈ ചെയ്തു പോകണം, അത് ഉറപ്പുവരുത്തണം. അങ്ങനെ കാലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കാലിബ്രേഷനും കറക്റ്റ് ആയിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തരുന്ന മെഷർമെന്റ്സിൽ പല വാരിയേഷൻസ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് റിസൾട്ടിൽ കാണും ആ ഒരു വാരിയേഷൻ. അപ്പൊ അതിനനുസരിച്ച് അതിന് തുടർന്ന് വരുന്ന ഡയഗ്നോസിസിലും ട്രീറ്റ്മെന്റിലും ഒക്കെ അത് ബാധിക്കും അല്ലെ. അപ്പൊ കാലിബ്രേഷൻ എന്ന് പറയുന്നത് വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്കൊരു കാര്യം അറിയാം, ലാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല അല്ലെ, ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ലാബിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ മനുഷ്യരെ പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആണ് എന്ത് അവിടുത്തെ എക്യുപ്മെന്റ്സ് എന്നും പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മെയിൻ്റനൻസ് കോൺട്രാക്ട്സ് ഇൻക്ലൂഡിംഗ് വാറന്റി കാർഡ്സ്, telephone numbers of personnel needs to be contacted in the event of equipment malfunction should be kept safely but within reach for the user. എന്താണ് പറയുന്നത്? നമുക്കറിയാം അല്ലെ, ഓരോ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുമ്പോൾ അതിന്റെ വാറന്റി കാർഡ്സ് ഒക്കെ കൂടെ കിട്ടും ഇല്ലേ. അപ്പൊ അത്തരത്തില് ലാബിലെ എക്യുപ്മെന്റ്സിന്റെ എന്താ പറയുക വാറന്റി കാർഡ്സുകള്, അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാല് ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് മാൽ ഫംഗ്ഷൻ ആവാം. അതായത് മാൽ ഫംഗ്ഷൻ ആവാന്ന് പറഞ്ഞാൽ എന്താണ്, ശരിയായിട്ട് പ്രവർത്തിക്കാതെ വരുന്ന അവസരത്തില് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണൽ അവിടുത്തെ ആ ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അല്ലെ ടെലിഫോൺ നമ്പേഴ്സും ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പറയുന്നത്? അതാണ് പറയുന്നത് കേട്ടോ, ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് സേഫ്ലി ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ. ഈ രണ്ട് കാര്യങ്ങളും സേഫ് ആയിട്ട് തന്നെ ലാബിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവണം. എന്തൊക്കെയാണ് പറഞ്ഞത്? അതായത് എക്യുപ്മെന്റ്സിന്റെ വാറന്റി കാർഡ്സ്, പിന്നെ ഏതെങ്കിലും കാരണവശാൽ എക്യുപ്മെന്റ്സ് ശരിയായിട്ട് പ്രവർത്തിക്കാത്ത പക്ഷം അത് റിപ്പയർ ചെയ്യാനുള്ള ആ ഒരു കോൺടാക്ട് നമ്പർ, ആ ഒരു പേഴ്സണുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ടെലിഫോൺ നമ്പർ, ഇതെല്ലാം തന്നെ ഒരു ലാബിനകത്ത് സൂക്ഷിച്ചിരിക്കണം. ബട്ട് വിത്തിൻ റീച്ച് ഫോർ ദ യൂസർ. പക്ഷെ എന്താണ് ഈ പറഞ്ഞ യൂസറിന് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം അത് സൂക്ഷിക്കേണ്ടത്. പിന്നെന്താ പറയുന്നത്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, യൂസർ മാനുവൽ ഷുഡ് ബി റെഡിലി അവൈലബിൾ ഫോർ റെഫറൻസ്. എല്ലാ എക്യുപ്മെന്റ്സിന്റെയും യൂസർ മാനുവല് റെഡിലി അവൈലബിൾ ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റെഫറൻസ് അല്ലെ. ഇപ്പൊ ഓരോ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസർ മാനുവൽ ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ TV അല്ലെങ്കിൽ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, എന്തിനും കുക്കർ വരെ ആയിക്കോട്ടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു യൂസർ മാനുവൽ ഉണ്ടായിരിക്കും അല്ലെ. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്നതുപോലെ തന്നെ നമ്മുടെ ലാബ് എക്യുപ്മെന്റ്സിൽ എന്തുണ്ടായിരിക്കണം? യൂസർ മാനുവൽ ഉണ്ടായിരിക്കണം ഫോർ റെഫറൻസ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് എക്യുപ്മെന്റിൽ വരുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഒരു എക്യുപ്മെന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ആണിത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഒന്ന് വായിച്ചാൽ മതി കേട്ടോ, ക്ലിയർ ആവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്. അടുത്തതിലേക്ക് പോകട്ടെ, അടുത്തതിലേക്ക് പോവാലോ. ഓക്കെ, അടുത്തതാണിത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് നയങ്ങളും നടപടിക്രമങ്ങളും കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാട്ടെ മോളെ, ഫസ്റ്റ് പോയിന്റ് പറയാട്ടാ. ഞാൻ ലാസ്റ്റ് ആക്കട്ടെ, ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ടൊന്ന് പറയാം. കാരണം നമുക്ക് വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ഇപ്പൊ തന്നെ കുറച്ച് നമ്മുടെ പോയിരുന്നു. പറഞ്ഞുതരാട്ടോ, എന്തായാലും പറഞ്ഞുതരാം. ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കേട്ടോ, നയങ്ങളും നടപടിക്രമങ്ങളും. നയങ്ങളും നടപടിക്രമങ്ങളും നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ്? ലാബിന്റെ കുറെ തിയററ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്നത് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മുടെ ടെസ്റ്റ് സാമ്പിൾ എടുക്കുന്നത് തൊട്ട് ആ ഒരു റിസൾട്ട് റിലീസ് ചെയ്യുന്നത് വരെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ലാബിന്റെ ശരിക്കും എന്താണ് ഒരു പ്രാക്ടിക്കൽ സൈഡാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, നയങ്ങളും നടപടിക്രമങ്ങളും. അതിനകത്ത് 4 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ആ 4 കാര്യങ്ങളെ ഹെഡിങ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഫസ്റ്റ് എന്താണ്? സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. എന്താണ്? സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സാമ്പിളിനെ ലാബൽ ചെയ്യാം അല്ലെ. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രേഖപ്പെടുത്തുക എന്നുള്ള അർത്ഥം. മനസ്സിലായല്ലോ? നമുക്കറിയാം അല്ലെ, സാമ്പിള് കളക്ട് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് ലാബൽ ചെയ്ത് വെക്കണം. ലാബലിങ്ങും രേഖപ്പെടുത്തലും, അതാണ് ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പിന്നെ അതിന്റെ ഉള്ളിലുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. രണ്ടാമത്തെ ഹെഡിങ്സ് ആണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. രണ്ടാമത് വരുന്നത് എന്താണ്? റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം അല്ലെ. അഭ്യർത്ഥന ഫോം ആണ്. അഭ്യർത്ഥന ഫോം ആണ് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം. അതെന്താന്ന് നമുക്ക് നോക്കാം. പിന്നെ മൂന്നാമത്തെ എന്താ പറയുന്നത്?
സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ അല്ലെ. സാമ്പിൾ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, സ്വീകരിക്കാം, ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, റിജക്ട് ചെയ്യേണ്ടതായിട്ടും വരും അല്ലെ, നിരസിക്കേണ്ട അവസ്ഥയും വന്നേക്കാം. അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. പിന്നെ ലാസ്റ്റ് എന്താണ് പറയുന്നത്, ലബോറട്ടറി റെക്കോർഡ്. ഫോർത്ത് വൺ എന്താണ്, ലബോറട്ടറി റെക്കോർഡ്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സില് 4 ഹെഡിങ്സ് ആണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് എന്തായിരുന്നു, സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം, അഭ്യർത്ഥന ഫോം എന്ന് പറയുന്നു. മൂന്നാമത് വരുന്നത് എന്തായിരുന്നു, സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓഫ് റിജക്ഷൻ അല്ലെ, സാമ്പിൾ സ്വീകരിക്കാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ലബോറട്ടറി റെക്കോർഡാണ്. ഷിജിന, ലാബിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രേഖപ്പെടുത്തി വെക്കുക, അതിൽ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കില്ലേ, നമ്മള് ബുക്കിന്റെ നെയിം സ്ലിപ്പ് ചെയ്തിട്ട് ലാബിൽ ചെയ്യാന്നല്ലേ പറയാം. നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ അതിൽ ലാബിൽ എഴുതി വെക്കില്ല. ബുക്ക് ഏത് ടോപ്പിക് ആണ്, ഏത് സബ്ജക്ട് ആണെന്നൊക്കെ നമ്മൾ ലാബിൽ എഴുതി വെക്കില്ലേ. അതാണ് അതിൽ പ്രത്യേകിച്ച് മലയാളം എന്താ പറയാ, ലാബിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് രേഖപ്പെടുത്തി വെക്കുന്ന കേട്ടോ വിവരങ്ങൾ. അടുത്തത് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം, സാമ്പിൾ ലാബലിംഗ് ആൻഡ് ഡോക്യുമെന്റേഷൻ. എന്താണ് അതിനകത്ത് പറയുന്നത് നോക്കിക്കേ. സ്പെസിമെൻ ഷുഡ് ബി അറ്റാച്ച്ഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 2 യുണീക് ഐഡന്റിഫയേഴ്സ്. എക്സാമ്പിൾ പറയുന്നത് നെയിം, ഏജ്, എക്സെട്ര. എന്താണ് പറയുന്നത്, ഈ വരുന്ന ലാബിലോട്ട് വരുന്ന സാമ്പിള് എന്ത് ചെയ്തിരിക്കണം, ലാബിൽ ചെയ്തിരിക്കണം അല്ലെ. അതും എങ്ങനെ ലാബിൽ ചെയ്യണം, 2 യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് വെച്ചിട്ട്, 2 വ്യത്യസ്തമായിട്ടുള്ള ഐഡന്റിറ്റി വെച്ചിട്ട് വേണം ആ ഒരു സാമ്പിളിനെ ലാബിൽ ചെയ്യാനായിട്ട്. അപ്പൊ 2 യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയേഴ്സ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നത് എന്തൊക്കെയാണ്, നെയിമും ഏജും ആണ് അല്ലെ. അതായത് അയാളുടെ പേരും അയാളുടെ ഒരു വയസ്സും. എന്റെ ബ്ലഡ് കളക്ട് ചെയ്യും, സാമ്പിൾ എന്റെ ബ്ലഡ് ആണ് എടുക്കുന്നത്. അപ്പൊ അത് കളക്ട് ചെയ്താൽ അവിടെ ലാബിൽ ചെയ്ത് അവർ എഴുതി വെക്കും, എന്റെ പേര് എഴുതി വെക്കും, എന്റെ വയസ്സ് എഴുതി വെക്കും. മനസ്സിലായല്ലോ. അപ്പൊ സിമ്പിൾ അല്ലേ. അപ്പൊ ഒരു സാമ്പിൾ എടുക്കാം, അതിനകത്ത് കൃത്യമായിട്ട് 2 യുണീക്ക് ഐഡന്റിഫയേഴ്സ് വെച്ചിട്ട് വേണം ലാബിൽ ചെയ്യാനായിട്ട്. അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത്, പേരാകാം വയസ്സാകാം കേട്ടോ. പിന്നെ അടുത്തത് എന്താ പറയുന്നത്, സ്പെസിമെൻ ലാബലിംഗ് യൂസിംഗ് ബാർ കോഡ്സ് ഈസ് ആൻ ഓപ്ഷൻ ദാറ്റ് മേ ഡിക്രീസ് ദ എറർസ്. ശരിയാണ് അല്ലെ. അതായത് ഇപ്പൊ ബാർ കോഡ് യൂസ് ചെയ്തിട്ടുള്ള ലാബലിംഗ് ഉണ്ട്. അത്തരം ലാബലിംഗ് എന്തിനെ കുറയ്ക്കുന്ന പറയുന്നത്, ഡിക്രീസ് ദ എറേഴ്സ്. അതായത് മാനുവലി ഉണ്ടാകുന്ന പല എററുകളെയും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ എങ്ങനെയാണ് ലാബലിംഗ് യൂസിങ് ബാർകോഡ് മുഖേനയുള്ളൊരു ലാബലിംഗ് അല്ലേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ളത്. അപ്പൊ ഇന്ന് നിരവധി ലാബുകളിൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലെ ലാബുകളിലൊക്കെ ഇത്തരത്തില് ബാർകോഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ലാബലിംഗ് വളരെ പ്രചാരത്തിലുണ്ട്. അത് ചെയ്യുമ്പോഴത്തെ ഗുണം എന്താന്ന് നോക്കി, ഇപ്പൊ നമുക്കറിയാം ഒരാളുടെ അല്ലെ ഒരേ പേരിൽ തന്നെ ചിലപ്പോൾ ഒരു 3-4 ആൾക്കാരൊക്കെ വന്നിട്ട് സാമ്പിളുകൾ കൊടുക്കുന്നുണ്ടാവും അല്ലെ. നമ്മൾ കൈകൊണ്ട് ഒരു പേനയോണ്ട് അതിനകത്ത് എഴുതി രേഖപ്പെടുത്തി വെക്കുമ്പോൾ ചിലപ്പോൾ വല്ല ഇനീഷ്യലിന് വല്ല മാറ്റം വരും, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഒരേ പേരിൽ തന്നെ 2-3 പേരൊക്കെ വന്ന് കൊടുക്കുമ്പോ, അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതുന്ന രീതിയിൽ ഓരോരുത്തരുടെ ഹാൻഡ് റൈറ്റിങ്ങിലുള്ള ഒരു വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ അത് വായിക്കുന്നതിലുള്ള വ്യത്യാസം കൊണ്ടൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം, സാമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാം. അങ്ങനെ ആവുന്നല്ല പറഞ്ഞത്, അങ്ങനെയുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മാനുവൽ ആയിട്ട് ഉണ്ടാകുന്ന എററുകൾ കുറയ്ക്കാനായിട്ട് ഈ ബാർകോഡ് മുഖേനയുള്ള ലാബലിംഗ് സഹായിക്കും. മനസ്സിലായല്ലോ. ബാർകോഡ് യൂസ് ചെയ്തിട്ടാണ് ലാബിൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷനും ഒരിക്കലും വരില്ല കേട്ടോ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. Specimen labeling using barcodes is an option that may decrease the errors. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ലാബൽ മേ ഇൻക്ലൂഡ് ഫോളോയിങ് ഡീറ്റെയിൽസ്. ഒരു ലാബലില് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ തുടക്കം പറഞ്ഞാൽ പറഞ്ഞു അല്ലെ, 2 യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് പറഞ്ഞു, നെയിം, ഏജ്. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ലാബലിങ്ങില് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ലാബിൽ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ലാബിൽ ചെയ്യാം. ഓക്കെ, ഒന്ന് വരുന്നത് നേരത്തെ പറഞ്ഞു തന്നെ, പേഷ്യൻസ് നെയിം, ഏജ്, ജെൻഡർ അല്ലെ. അതായത് ആ പേഷ്യന്റിന്റെ പേര്, അയാളുടെ വയസ്സ്, അയാൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം രേഖപ്പെടുത്താം. പിന്നെന്താ പറയുന്നത്, പേഷ്യന്റ് ID അല്ലെ. ആ പേഷ്യന്റിന്റെ ഒരു ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഒരു ഐഡന്റിറ്റി നമ്പർ കിട്ടും. ആ ഒരു ഐഡന്റിറ്റി നമ്പർ വെച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ആ ഒരു പേഷ്യന്റ് ഐഡന്റിറ്റി നമ്പർ അതിനകത്ത് രേഖപ്പെടുത്താം. പിന്നെന്താ പറയുന്നത്, ടെസ്റ്റ് റിക്വസ്റ്റഡ്. എന്തൊക്കെ ടെസ്റ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ ബ്ലഡ് കളക്ട് ചെയ്താൽ എനിക്കിപ്പോ CBC ഉണ്ടാകും, ചിലപ്പോ തൈറോയിഡിന്റെ ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടാകും, LFT ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ടെസ്റ്റ് ആണ് അവർ ആവശ്യപ്പെടുന്നത് എന്നുള്ളതും കൂടെ ആ ഒരു സാമ്പിളിനകത്ത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ. പിന്നെന്താണ്, ടൈം ആൻഡ് ഡേറ്റ് ഓഫ് സ്പെസിമെൻ കളക്ഷൻ അല്ലെ. ഈ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ആ ഒരു സമയവും അതുപോലെ തന്നെ ആ ഒരു ഡേറ്റും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും.
സിമ്പിൾ അല്ലേ? സാമ്പിൾ ലാബിലിംഗ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? ലാബ് ലെയിൽ ശ്രദ്ധിക്കണം. അതിന് ലാബ് ലെയിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ബാർകോഡ് യൂസ് ചെയ്തുള്ള ലാബിലിംഗ് വളരെ നല്ലതാണ്. കാര്യം അത് മാനുവൽ ആയിട്ട് ഉണ്ടാക്കുന്ന പല എററുകളെയും കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ പ്രൊസീജിയർ എന്താണ്? റിക്വസിഷൻ ഫോം അഥവാ ടെസ്റ്റ് റിക്വസ്റ്റ് ഫോം അല്ലെ? അഭ്യർത്ഥന ഫോം. എന്താണ് അഭ്യർത്ഥന ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാലോ. നോക്കിയേ, the requisition form should be finished by the doctor or health worker requesting the test and sent together with the specimen or patient to the laboratory. എന്താണ് പറയുന്നത്? ആരാണ് റിക്വസിഷൻ ഫോം അഥവാ അഭ്യർത്ഥന ഫോം ഫിനിഷ് ചെയ്യേണ്ടത്? ആരാണ്? ഡോക്ടർ ആണ് അല്ലെ? ഡോക്ടർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് വർക്കറോ ആണ് എന്ത് ഫിനിഷ് ചെയ്യേണ്ടത്? റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും ഒരു പേഷ്യന്റോ മറ്റേ ഒരു സ്റ്റാഫുകളോ അല്ലാതെ ചെയ്യുന്നത്. ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കറോ ആണ് ആ ഒരു റിക്വസിഷൻ ഫോം ഫിനിഷ് ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് ഇന്ന ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ എല്ലാ ലാബിലേക്ക് പറഞ്ഞു വിടുന്നത് അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും? എന്റെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അല്ലെ? എന്റെ ഡോക്ടർ ആയിരിക്കും എന്റെ പേഷ്യന്റിന് ഇന്നത് ടെസ്റ്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ലാബിലോട്ട് എന്റെ കയ്യിൽ കൊടുത്തു വിടുന്നത്. അത് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ഡോക്ടർ ഓർ ഹെൽത്ത് വർക്കർ റിക്വസ്റ്റിംഗ് ദ ടെസ്റ്റ് അല്ലെ? എന്ത് ടെസ്റ്റ് ആണോ ചെയ്യേണ്ടതെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പേഷ്യന്റിന്റെ കയ്യിൽ കൊടുത്തുവിടും അല്ലെ? അവരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. and sent together with the specimen or patient to the laboratory. എന്നിട്ട് രോഗിയോടൊപ്പം അതങ്ങ് കൊടുത്തുവിടും. മനസ്സിലായല്ലോ? പിന്നെ എന്തൊക്കെയാണ് റിക്വസിഷൻ ഫോമിൽ ഉണ്ടായിരിക്കേണ്ടത്? അതാണ് അടുത്തതിൽ പറയുന്നത്. നോക്കിക്കേ, ദ പേഷ്യൻസ് ഐഡന്റിറ്റി അല്ലെ? പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ഉണ്ടായിരിക്കണം. ഏജ്, അയാളുടെ വയസ്സ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? ലൊക്കേഷൻ, അയാൾ എവിടെ നിന്ന് വരുന്ന ആളാണ്. പിന്നെന്താണ്? ഡേറ്റ് ആൻഡ് ടൈം ഓഫ് സ്പെസിമെൻ കളക്ഷൻ, ആ ഒരു സ്പെസിമെൻ കളക്ട് ചെയ്ത ടൈം ആൻഡ് ഡേറ്റ് അതിനകത്ത് രേഖപ്പെടുത്തണം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻസ് റിക്വസ്റ്റഡ് അല്ലെ? എന്തൊക്കെ ടെസ്റ്റുകളാണ്, ദാറ്റ് മീൻസ് ടെസ്റ്റ് റിക്വസ്റ്റഡ്, എന്തൊക്കെ ടെസ്റ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് അതിനകത്ത് രേഖപ്പെടുത്തണം. ആൻഡ് സോഴ്സ് ഓഫ് എ സാമ്പിൾ അല്ലെ? ആ ഒരു സാമ്പിളിന്റെ സോഴ്സ് എന്താണ്? ഫോർ എക്സാമ്പിൾ ഇവർ പറയുന്നുണ്ട് for culture and histopathology should also be included. ഇപ്പൊ നമുക്കറിയാം യൂറിനൊക്കെ കൾച്ചർ ചെയ്യും. അപ്പൊ കൾച്ചർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് സാമ്പിൾ എടുത്തേക്കുന്നത്? യൂറിനാണ്. അപ്പൊ യൂറിനാണ് അവിടുത്തെ സോഴ്സ് ഓഫ് സാമ്പിൾ എന്ന് പറയുന്നത്. ഹിസ്റ്റോപാത്തോളജി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ടിഷ്യൂസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതിന് ആ ഒരു സാമ്പിൾ ആണ് എടുത്തേക്കുന്നത്. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ടിഷ്യൂസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് രേഖപ്പെടുത്തണം. പിന്നെ ഇവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഇപ്പൊ പേഷ്യന്റിന്റെ ഐഡന്റിറ്റി പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഡോക്ടറുടെ പേരും അതിനകത്ത് എഴുതണം കേട്ടോ. ഏത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഡോക്ടറാണ് ഒരു റിക്വസിഷൻ ഫോം ഫോർവേഡ് ചെയ്തിരിക്കുന്നത് എന്നത് കൂടെ അതിനകത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട് കേട്ടോ. അതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി മൂന്നാമത്തെ നമുക്ക് പറയാം. മൂന്നാമത്തെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. എന്നിട്ട് ഡൗട്ട് ഉള്ളവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം കേട്ടോ. നോക്കിക്കേ, സാമ്പിൾ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ അല്ലെ? സാമ്പിളിനെ നമുക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം, നിരസിക്കാം അല്ലെ? നോക്കിക്കേ, എന്താണ് അവിടെ പറയുന്നത്? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. All specimens should be checked on receiving in the laboratory for fitness for test. ഫിറ്റ്നസ് ഫോർ ടെസ്റ്റ് എന്താ പറയുന്നത്? അതായത് ലാബിലേക്ക് ചെക്കിങ്ങിനായിട്ട് വരുന്ന എല്ലാ സ്പെസിമെൻസുകളും പരിശോധനാ യോഗ്യമാണോ എന്ന് ആര് ചെക്ക് ചെയ്യണം? ആ ലാബ് ചെക്ക് ചെയ്യും. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായോ? അതായത് ആ ഒരു ലാബിനകത്തേക്ക് വരുന്ന എല്ലാ സാമ്പിളുകളും എല്ലാ സ്പെസിമെൻസും പരിശോധനാ യോഗ്യമാണോ എന്നുള്ളത് ആ ഒരു ലാബ് ചെക്ക് ചെയ്യും. അതാണ് പറയുന്നത് ഫോർ ഫിറ്റ്നസ് ഫോർ ടെസ്റ്റ്. ടെസ്റ്റിന് വിധേയമാക്കാമോ, പരിശോധനാ യോഗ്യമാണോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് ആ ചെക്കിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നോക്കിക്കേ, ദീസ് ചെക്സ് ഷുഡ് ഇൻക്ലൂഡ് സ്യൂട്ടബിൾ കണ്ടെയ്നർ, ക്വാണ്ടിറ്റി ഓർ വോളിയം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് ഓഫ് ബ്ലഡ് ഓർ യൂറിൻ സാമ്പിൾ. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് സാമ്പിൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇൻ ദ കേസ് ഓഫ് ടിഷ്യൂ സാമ്പിൾസ്, എനി ലീക്കേജ് എക്സെട്ര. നമുക്കറിയാം അല്ലെ? ഇപ്പൊ നമ്മള് ലാബിനകത്ത് പോകുമ്പോൾ യൂറിനൊക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വന്നാൽ അവർക്ക് നമുക്കൊരു കണ്ടെയ്നർ തരും അല്ലെ? സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കും അവർ നമുക്ക് തരുന്നുണ്ടാകും അല്ലെ? അപ്പൊ അതിന് വേണം നമ്മൾ ആ ഒരു യൂറിൻ കളക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ മറ്റ് ചില സ്പെസിമെൻസ് ആണെങ്കിൽ അതിൽ നമ്മുടെ കയ്യിൽ തന്നെ കളക്ട് ചെയ്തു. ഇപ്പൊ യൂറിനൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കളക്ട് ചെയ്യും അല്ലെ? അപ്പൊ അതൊക്കെ സ്യൂട്ടബിൾ കണ്ടെയ്നറിൽ വേണം കളക്ട് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിൽ കൊണ്ടു കൊടുത്താൽ ശരിയാവോ? ഇല്ല. കാര്യം എന്താണ്? അവർ തരുന്നത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്. അപ്പൊ അത്തരം സ്യൂട്ടബിൾ കണ്ടെയ്നറിൽ അല്ല എങ്കിൽ
അവരെന്ത് ചെയ്യും? ആ സാമ്പിൾ റിജക്ട് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ സ്യൂട്ടബിൾ കണ്ടെയ്നർ ആണ്, അത് നോക്കണം. പിന്നെന്താണ്? ക്വാണ്ടിറ്റി ഓർ വോളിയം ഇൻ കേസ് ഓഫ് ബ്ലഡ് ഓർ യൂറിൻ സാമ്പിൾ അല്ലെ. ഇപ്പൊ ബ്ലഡോ യൂറിനോ ആണെങ്കിൽ അത് വേണ്ടത്ര ക്വാണ്ടിറ്റിയിലും വോളിയത്തിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമ്മളോട് തന്നെ യൂറിൻ തരാൻ പറയുമ്പോൾ അവർ പറയും അല്ലെ, ആ കണ്ടെയ്നറിൽ ഇത്ര എമൗണ്ട് യൂറിൻ എടുക്കണം കേട്ടോ എന്ന് നമ്മളോട് പറയാറുണ്ട്. പിന്നെ ചിലപ്പോൾ അവർ പറയും തുടക്കത്തെ യൂറിൻ കളഞ്ഞിട്ട് മിഡിലുള്ള യൂറിനൊക്കെ എടുക്കാനായിട്ട് അവർ ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ യൂറിൻ ആയിക്കോട്ടെ ബ്ലഡ് ആയിക്കോട്ടെ അത് വേണ്ടത്ര ക്വാണ്ടിറ്റിയിലും വോളിയത്തിലും അത് പരിശോധിക്കാനുള്ളതാണ് അല്ലെ. എത്ര ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള പരിശോധനകൾ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചുള്ള വേണ്ടത്ര അളവിലുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. പിന്നെന്താണ്? ക്വാളിറ്റി ഓഫ് സാമ്പിൾ പ്രാക്ടിക്കൽ പറയുന്നുണ്ട് ഇൻ ദ കേസ് ഓഫ് ടിഷ്യൂ സാമ്പിൾസ് അല്ലെ. ടിഷ്യൂ സാമ്പിൾസിന്റെ കേസിലാണെങ്കിൽ ടിഷ്യൂസ് ആണെങ്കിൽ അത് നല്ല ക്വാളിറ്റിയിലുള്ള ടിഷ്യൂസ് എടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇനി ലീക്കേജ് ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ചയോ ലീക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം ആ ലാബിൽ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ. അതാണ് പറഞ്ഞത് ലാബിൽ വരുന്ന സ്പെസിമെൻസ് പരിശോധനാ യോഗ്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. മനസ്സിലായി? അത് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണോ വരുന്നത്, വേണ്ടത്ര അളവിൽ അത് വരുന്നുണ്ടോ, അളവിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവരത് റിജക്ട് ചെയ്യും. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ കേട്ടാ. പിന്നെന്താ പറയുന്നത്? റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് ഫോർ ആക്സെപ്റ്റൻസ്. ഇവിടെ ഒരു ഓർ ഉണ്ട് കേട്ടോ. ഓർ റിജക്ഷൻ ബ്രാക്കറ്റിൽ എന്താ പറയുന്നത്? വിത്ത് റീസൺസ് ആൻഡ് ആക്ഷൻ സ്പെസിഫൈഡ് ഓഫ് ഓൾ ദ സാമ്പിൾസ് റിസീവ്ഡ് ഇൻ ദ ലബോറട്ടറി ആസ് പെർ ദ ക്രൈറ്റീരിയ ഡിഫൈൻഡ് ഏർലിയർ. എന്താണ്? അതായത് ഒരു ലാബിലേക്ക് വരുന്ന ആ ഒരു സ്പെസിമെൻസിനെ ആക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യാം, നിരസിക്കുകയും ചെയ്യാം. എന്ത് തന്നെ ആയിക്കോട്ടെ, സ്വീകരണം ആയിക്കോട്ടെ അതുപോലെ നിരസിക്കലോ എന്ത് തന്നെയാണെങ്കിലും അത് കാര്യകാരണ സഹിതം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് അവിടെ സൂക്ഷിക്കണം, ലാബിനകത്ത് സൂക്ഷിച്ചിരിക്കണം. ആക്സെപ്റ്റൻസ് എഴുതി വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്തൊക്കെ കാര്യങ്ങള് അതിനകത്ത് എന്തൊക്കെ ആക്ഷൻസ് എടുക്കുന്നുണ്ട്, എന്തൊക്കെ പ്രോസസ് അത് നടത്തുന്നുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തണം. ഇനി ഏതെങ്കിലും കാരണവശാൽ വന്ന സ്പെസിമെൻ കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അവരത് റിജക്ട് ചെയ്യും അല്ലെ, നിരസിക്കും. ആ നിരസിക്കാനുണ്ടായ കാരണവും അവിടെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്ത് കാരണം കൊണ്ട് നിരസിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്? ഇഫ് ലബോറട്ടറി റിജക്ട്സ് എനി സാമ്പിൾ, റിജക്ഷന്റെ കാര്യം പറയാണ്. ഇഫ് ലബോറട്ടറി റിജക്ട്സ് എനി സാമ്പിൾ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ദ പേഷ്യന്റ് ഓർ ഡോക്ടർ ആൻഡ് നീഡ് ഫോർ ദ റീകണക്ഷൻ അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്പെസിമെൻ ഏതെങ്കിലും കാരണം കൊണ്ട് റിജക്ട് ചെയ്യുകയാണെങ്കിൽ, നിരസിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം ആരെ അറിയിക്കണം? പേഷ്യന്റിനെയും അറിയിക്കണം, ഡോക്ടറിനെയും അറിയിക്കണം. അത് മാത്രമല്ല വീണ്ടും റീകളക്ട് ചെയ്യുന്നത്, വീണ്ടും ശേഖരിക്കുന്നതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും വേണം. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഏതെങ്കിലും കാരണവശാൽ ഈ സ്പെസിമെൻ റിജക്ട് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് റിജക്ട് ചെയ്തു, എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തത്, റിജക്ട് ചെയ്തു, അത് നിരസിച്ചു, അതിന്റെ കാര്യം പറയേണ്ടി പറ്റില്ല. അപ്പൊ ആ ഒരു കാര്യം ആരോടും പറയണം? ഡോക്ടറിനോടും പറയണം, അതുപോലെ പേഷ്യന്റിനോടും പറയണം. പിന്നെ വീണ്ടും അത് കളക്ട് ചെയ്യുന്നതിന്റെ ശേഖരിക്കുന്നതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും വേണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒരെണ്ണം കൂടെ പറയാനുണ്ട്, ലബോറട്ടറി റെക്കോർഡ്. അത് പറയാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പറയാം കേട്ടോ. ഇനി കുറച്ച് ഡൗട്ട്സ് എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആദ്യം ചോദിച്ചത്? ലാബലിംഗ് ആണോ ചോദിച്ചാൽ അല്ലെ? ഈ പറഞ്ഞ എക്യുപ്മെന്റ്സിൽ ആരങ്ങാണ്ട് എന്നോട് പറഞ്ഞിരുന്നല്ലോ ഇല്ലേ? എക്യുപ്മെന്റ്സിന്റെ ഒരു മിനിറ്റ് അൺമ്യൂട്ട് ചെയ്തേ. ആ ചോദിച്ചോളൂ. കുറച്ച് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു, ഒന്നുകൂടെ പറയുമോ എന്ന് വെച്ചത്. എന്തൊക്കെയായിരുന്നു അത്? എന്നോട് പറയാമോ? ഞാൻ എന്നോട് പറഞ്ഞുതരാം. ആരൊക്കെ എന്നോട് റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറഞ്ഞിരുന്നു? ആർക്കും പറയാനില്ലേ? എന്താണ് മോളെ? മൾട്ടിപ്പിൾ ലൊക്കേഷൻ. ഓക്കെ ഓക്കെ, എക്യുപ്മെന്റ്. വിസ്വാനായിരുന്നു അല്ലേ അത്? ഓക്കെ പറയാം. എന്താണ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് അല്ലെ, എക്യുപ്മെന്റിന്റെ എന്താ പറഞ്ഞത്? എക്യുപ്മെന്റ് ഷുഡ് ബി ചോസൺ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ലബോറട്ടറി വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാല് ഒരു ലാബിന്റെ രൂപകൽപ്പനയ്ക്കും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷൻ പറയാട്ടോ അമൃത, പറയാട്ടോ മോളെ. അതായത് ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയട്ടെ, റിസ്വാനയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരു ലാബിന്റെ രൂപകൽപ്പനയ്ക്കും അതിന്റെ കപ്പാസിറ്റിക്കും അനുസൃതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ലാബ് ചൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു ചെറിയ ലാബാണ്, ആ ഒരു ചെറിയ ലാബിലേക്ക് ഇനി 2-3 എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നാൽ അത് അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇല്ല. അപ്പൊ എപ്പോഴും ഒരു ലാബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രൂപകൽപ്പനയ്ക്കും അവരുടെ കപ്പാസിറ്റിക്കും അനുസൃതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം അവർ ചൂസ് ചെയ്യേണ്ടത്.
ദിസ് വൺ എനിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ആദ്യം ചോദിച്ചത് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്താണ് അല്ലെ. അപ്പോൾ മൾട്ടിപ്പിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൾട്ടിപ്പിൾ മോർ ദാൻ വൺ അല്ലെ, ഒന്നിലധികം എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് ഇവിടെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടും മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ലൊക്കേഷൻ ആണ്. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. അത് നോക്കിയേ, എ ലബോറട്ടറി ഹാവിംഗ് മോർ ദാൻ വൺ ലൊക്കേഷൻ ഇൻ ദ സെയിം ഡിസ്ട്രിക്ട് വിത്ത് സെയിം ലീഗൽ ഐഡന്റിറ്റി. അതാണ് അവിടെ നോട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരേ ലീഗൽ ഐഡന്റിറ്റിയോടുകൂടി ഒരേ ജില്ലയിൽ തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒന്നിലധികം ലൊക്കേഷൻസുകളിൽ വരുന്ന ലാബുകൾ, അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലാബ്സ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, DDRCയുടെ ലാബുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എറണാകുളം ജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരുപാട് ലൊക്കേഷൻസിലായിട്ട് DDRC ലാബുകൾ കാണാം, നീതി ലാബുകളൊക്കെ കാണാം. മനസ്സിലായല്ലോ? അതിലേക്ക് ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അപ്പോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ പറഞ്ഞത് ഇതൊക്കെയായിരുന്നു. ലബോറട്ടറികളുടെ ലെവലുകളാണ് നമ്മൾ പറഞ്ഞത്. എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? NABL ബേസ് ചെയ്തിട്ട് കേട്ടോ. NABL ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡാണ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. മനസ്സിലായല്ലോ? നമ്മുടെ ഇന്ത്യയിലെ ക്ലിനിക്കൽ ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഒരു ബോർഡാണ് കേട്ടോ NABL. അപ്പൊ അതിനനുസരിച്ച് 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സ്മോൾ സൈസില്, മീഡിയം സൈസില്, ലാർജ്, വെരി ലാർജ്. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യണം. സ്മോൾ ആകുമ്പോൾ അപ് ടു 100, മീഡിയം ആകുമ്പോൾ 101 to 400, പിന്നെ ലാർജ് ആകുമ്പോൾ 401 to 1000, വെരി ലാർജ് ആകുമ്പോൾ മോർ ദാൻ 1000. ക്ലിയർ ആയല്ലോ? പിന്നെ എക്യുപ്മെന്റിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എപ്പോഴും ഒരു ലാബിന്റെ രൂപകൽപ്പനയ്ക്കും കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ എക്യുപ്മെന്റ്സ് എടുക്കാൻ. എല്ലാ എക്യുപ്മെന്റ്സും തന്നെ എല്ലാ സമയത്തും യൂസബിൾ ആയിരിക്കണം. ഫാത്തിമ NABL എന്നാണോ ചോദിക്കുന്നത്? NABL എന്ന് വെച്ച് കഴിഞ്ഞാല് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. ക്ലിയർ ആയല്ലോ? പിന്നെ നമ്മൾ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് പറഞ്ഞത്. അതിൽ 4 പ്രൊസീജിയേഴ്സ് ഉണ്ട്. 3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. 4ാമതൊരു ലബോറട്ടറി റെക്കോർഡ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്റെ സെഷൻ കഴിഞ്ഞു. അടുത്ത സെഷൻ പോകരുത് കേട്ടോ. മീഡിയത്തിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ചോദിച്ചോട്ടെ. ഈ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ലാബ്സ് അല്ലേ DDRC എന്ന് പറഞ്ഞ, അങ്ങനെ അത് പറഞ്ഞാൽ എന്താണ്? നീതി ലാബ് പോലെയാണോ? നീതി ലാബ് വേറെയാണ്. അതെന്തോ കോപ്പറേറ്റീവ് തോന്നുന്നു നീതി ലാബ് എന്ന് പറഞ്ഞത്. DDRC എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ഉണ്ട്. DDRC ഡിസ്ട്രിക്ട് ഡോക്ടേഴ്സ് അങ്ങനെന്തോ ആണ് സംഭവം. ഡോക്ടേഴ്സ് ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞിട്ട് DDRC. അത് രണ്ടും ഒന്നല്ല കേട്ടോ, വ്യത്യാസമുണ്ട് കേട്ടോ. നീതി ലാബ് വേറെയാണ്, DDRC വേറെയാണ്. എനിക്ക് തോന്നുന്നു നീതി ലാബിൽ അത്രയധികം എമൗണ്ട് വരില്ലാന്ന് തോന്നുന്നു ടെസ്റ്റിങ്ങിന്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. കൂടുതൽ ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ, എന്നിട്ട് പറഞ്ഞു തരാം കേട്ടോ. ചോദിച്ചോട്ടെ. ഒരാൾക്ക് വ്യത്യസ്ത ബ്രാഞ്ച് അങ്ങനെയാണോ? ഒരു ബ്രാഞ്ചിനും പറയാം. അതായത് ഒരേ ലീഗൽ ഐഡന്റിറ്റിയോടുകൂടി ഒരു ജില്ലയിൽ തന്നെ പലതും ഉണ്ടാവും. ബ്രാഞ്ച് പോലെ തന്നെ DDRCയുടെ തന്നെ പല ബ്രാഞ്ചുകൾ ഉണ്ടാവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരേ ജില്ലയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ശരിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോ ഒന്നുകൂടെ പറയാം മിസ്സേ. NABL എന്ന് വെച്ചാൽ ഫുൾ ഫോം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. എന്നൂടെ പറയാം, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. കിട്ടിയാ? നമ്മുടെ ഇന്ത്യയിലെ ലാബുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന ബോർഡാണ് കേട്ടോ NABL എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നത്തെ ക്ലാസ്. അപ്പൊ നമുക്ക് പ്രൊസീജിയർ വരെയാണ്. നമ്മൾ അതിനകത്ത് ഏതായിരുന്നു സ്പെസിമെൻ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ, അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞത്. ലബോറട്ടറി റെക്കോർഡ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ പോവാണ്. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ താങ്ക് യു. മിലു മിസ്സിന്റെ ക്ലാസ് ഉണ്ട് കേട്ടോ, പോവല്ലേ?